ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രുചികരമായ ഒരു ചമ്മന്തിൻ്റെ റെസിപ്പി പറഞ്ഞു തരട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല എരിവുള്ള ഒരു പിടി കാന്താരി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മളൊരു 3 ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി. ഈ ഒരു ചമ്മന്തിക്ക് നല്ല ഗംഭീരമായിട്ടുള്ള ടേസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഒരു ചമ്മന്തിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നതിന് ശേഷം നമ്മളൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. നന്നായി ഇതേ അരച്ച് കൊണ്ടുവന്നു. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ എടുക്കണം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ അളവിൽ കടുകും 1/4 ടീസ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പ് 1/4 ടീസ്പൂൺ അളവിൽ കറിക്കൊക്കെ ഇടുന്ന പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു ചെറിയുള്ളി കട്ട് ചെയ്ത് ഒരു തണ്ട് കറിവേപ്പില 3 റെഡ് ചില്ലി കട്ട് ചെയ്തതും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നന്നായി മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തിയും കൂടി ഒഴിച്ച് കൊടുക്കുക. ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പറായിട്ടുള്ള ചട്നിയാണ് കേട്ടോ. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഈ ഒരു പുളിയൊക്കെ നല്ല ഗംഭീരമായിട്ടുള്ള ടേസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.